മരിച്ചു കിടക്കുന്ന നാടുകളിലേക്ക് നാം അതിനെ തെളിച്ചു കൊണ്ടുപോകും. ഈ കാറ്റ് കൊണ്ട് നാം തെളിക്കും, കാറ്റിനെ കൊണ്ട് തെളിപ്പിക്കും, അങ്ങനെ തെളിച്ചു കൊണ്ടുപോകും. മനോഹരമായി പാറിപ്പെയ്യുന്ന മഴ പെയ്യും, മനുഷ്യന് അനുഗ്രഹം ലഭിക്കും. ആ മഴ പെയ്താൽ ഉണ്ടാകുന്ന സസ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പഴങ്ങൾ ലഭിക്കും. അതിന്റെ പിന്നിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ ഉറവകൾ കണ്ടിട്ടില്ലേ? ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒരു മഹാത്ഭുതം പോലെ ഇങ്ങനെ ഭൂമി ചർച്ചിക്കാം. എന്തൊരു നീരാണ്! നമ്മുടെ കുപ്പിവെള്ളത്തിനേക്കാൾ മനോഹരതയാണ് ഈ കുപ്പിവെള്ളം. നമുക്ക് ആരോഗ്യത്തിന് നഷ്ടമുണ്ടാക്കുമ്പോൾ പലജാതി കൃത്രിമമായ വസ്തുക്കൾ കൊണ്ടും നാം അതിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പലതും ചെയ്യാം. അല്ലെങ്കിലും ശാസ്ത്രവും പരീക്ഷണവും ആധുനികതയും പ്രകൃതിയുടെ ചൂഷണവും മോഹവും മനുഷ്യന് നാശമല്ലാതെ എന്താ നല്ലത്? എന്നാൽ ഭൂമിയിലെ ഉറവകളിലേക്ക് നമ്മുടെ പ്രവേശിപ്പിക്കും. എന്നിട്ട് ഇങ്ങനെ മനോഹരമായി ഉറവകളിൽ ഇങ്ങനെ പൊട്ടും. നിങ്ങൾ കണ്ടുന്നില്ലേ? കുട്ടിപ്രായത്തിൽ ചില കൗതുകങ്ങളൊക്കെ നമുക്കുണ്ടാവും. എന്നാൽ ഇത് ഒരു നിലക്ക് കുട്ടിത്തം മാറാത്ത കൗതുകമായി ഏതു വൃദ്ധനിലും നിലനിർത്തുമല്ലോ. ഇതൊക്കെ ഉണ്ടാകാൻ എന്താണ് ചെയ്യുന്നത്? മരിച്ചു കിടക്കുന്ന നിങ്ങളെയും അങ്ങനെ നാം ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടിക്കും. ഇതൊക്കെ ചെയ്യുന്ന അല്ലാഹുവിനെ അതും കഴിയുമെന്ന് നാം ചിന്തിക്കണം. അതിന് വലിയ ബുദ്ധി വേണോ? അതിന് വലിയ ബുദ്ധി വേണോ? നിങ്ങൾ ഉത്ബോധിതരാകണം, നിങ്ങൾ ചിന്തിക്കണം. ഇത്ര പോലെ പ്രകൃതിയെ പറഞ്ഞ ഒരു ഗ്രന്ഥം പ്രകൃതി ദാതാവിന്റെ ഗ്രന്ഥമല്ലാതെ മറ്റല്ല. നിങ്ങൾ കാണുന്നില്ലേ? നമുക്ക് ചുറ്റും കാണുന്ന ഈ വിശാലമായ പ്രകൃതിയും ഇതിന്റെ മനോഹാരിതയും ഇതൊക്കെ സംവിധാനിച്ചു തന്ന രീതി അതെത്ര ഉണ്ട്. അതാലോചിക്കണം. അല്ലാഹു പറഞ്ഞിട്ടില്ലേ? ഇനി നോക്കൂ, കാറ്റ് കൊണ്ടടിക്കുന്നു, കാറ്റിനെ കൊണ്ട് അല്ലാഹു ഇളക്കി വിടുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായ ഒരു പ്രക്രിയ അവിടെ നടക്കും. മേഘങ്ങളിൽ കൂട്ടിക്കിട്ടും. ഈ കൂട്ടിയിടിയുമാണ് ഒരു നിലക്ക് ആ കൂട്ടിയിടി കൊണ്ട് എന്തുവരെ സംഭവിക്കും? ആ കൂട്ടിയിടി മനോഹരമായ വെള്ളത്തുള്ളികൾ ഇറങ്ങി വരാൻ കാരണമാകും. പിന്നെ എന്തുണ്ടാകും? പിന്നെ ഇടിനാദമുണ്ടാകും. ഇടിനാദം ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കും. മിന്നൽ പിണരുകൾ വരും. മിന്നൽ പിണരുകളും ഇടിനാദവും പ്രകൃതിക്ക് മറ്റൊരു അലങ്കാരവും അനിവാര്യതയുമാകുന്നു. നാം വെള്ളത്തെ വർഷിപ്പിച്ചു, ഭൂമിയെ അതിനനുസരിച്ച് അതിനെ ഇളക്കി ഫലഭൂയിഷ്ടമാക്കി. എന്നിട്ട് വെള്ളം വർഷിപ്പിച്ചു. അപ്പോൾ അത് കുടിച്ചു. ഭൂമിയെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയാണല്ലോ. ഭൂമിയെ പേടിക്കുവേൻ, സൂക്ഷിക്കുവേൻ. ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്ന്, ആദം മണ്ണിൽ നിന്ന്. അപ്പോൾ ഉമ്മയാണ് ഇവിടെ പ്രസവിക്കേണ്ടത്. അതിനെന്ത് വേണം? ഉമ്മ ഫലഭൂയിഷ്ടമാകണം. അതിന് ഇടിയും ഇടിനാദവും മിന്നൽ പിണരുകളും വലിയ സ്വാധീനം ചെലുത്തും. ഒന്നും വെറുതെ ബുദ്ധിയുള്ളവർക്കൊക്കെ ഇതിൽ ധാരാളം ചിന്തിക്കാനുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം കാണിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഈ കാണുന്ന ഈ പ്രകൃതിയിലെ ഈ സംവിധാനത്തോട്, ഈ മിന്നൽ പിണറിലേക്ക്, ഈ ഇടിനാദത്തിലേക്ക് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال ويسبح الرعد بحمده والملائكة من خيفته
വയുസബ്ബിഹു റഅദു ബിഹംദിഹി. ഇടിനാദം പോലും റബ്ബിനെ പ്രകീർത്തിക്കുകയാവുന്നു. അതിന്റെ സ്രഷ്ടാവ് അല്ലാഹുവാണ്. ആ ഇടിനാദത്തിന് പോലും റബ്ബിന്റെ പ്രകീർത്തനം അടങ്ങിയിട്ടുണ്ട്. വയുസബ്ബിഹു റഅദു ബിഹംദിഹി വയുർസിലു സവാഇഖ്. മനോഹരമായ ഇടിവാളിനെയും ഇടിനാദത്തെയും അല്ലാഹു പറഞ്ഞേക്കുന്നു നിങ്ങളിലേക്ക്. ഫയുസീബു ബിഹാ മൻ യശാഅ വഹും യുജാദിലൂന ബില്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യുസബ്ബിഹു റഅദു ഇടിനാദം അല്ലാഹുവിനെ വാഴ്ത്തുന്നു. പിന്നെയോ യുർസിലു സവാഇഖ് ഇടിവാളുകൾ പറഞ്ഞേക്കുന്നു. ആ ഇടിവാളുകളാകുന്ന മിന്നൽ പിണരുകൾ നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരുന്നു. അല്ലാഹുവിന്റെ പ്രകൃതിയിലെ രീതി ഞാൻ അനവധി നൂറുകണക്കിന് വചനങ്ങളിൽ നിന്ന് വളരെ ചില ഒന്ന് രണ്ട് വാക്കുകൾ ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഖുർആനിലേക്ക് ഒരു വാതിൽ ചിന്തിക്കാൻ, ഈ പ്രകൃതിയിലേക്ക് ഒരു വാതിൽ. അതുകൊണ്ട് തികച്ചും ഇത് ദൈവികമായ ഒരു സംവിധാനമാണെന്ന് നാം മനസ്സിലാക്കണം. അതില്ലാത്ത എല്ലാ ചിന്തയും മനുഷ്യൻ സ്വന്തത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹവും നന്ദികേടുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവിനെ നൽകിയില്ലെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും? യൂസറായ മനുഷ്യൻ സന്തോഷം. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ പ്രൊഡ്യൂസർ നൽകിയത് യൂസർക്ക് ലഭിക്കുമ്പോൾ യൂസർ സന്തോഷം. നിർമ്മിക്കാൻ അവന് കഴിയൂല, അവൻ പ്രൊഡ്യൂസർ അല്ല, പ്രൊഡ്യൂസർ ആര്? ഇവൻ അനുഭവിച്ച് സന്തോഷിക്കും. ഇനി നോക്കൂ, ഇത് ഇറക്കുന്നതിന് മുമ്പ്, അള്ളാഹു ഇറക്കി തരുന്നതിന് മുമ്പ് അവൻ നിരാശനായി. മഴയില്ല, പ്രാവശ്യം മേടച്ചൂട് കൂടി, മഴയില്ല, തുലാവർഷമില്ലാന്ന് തോന്നുന്നു. ഇതാ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണ്ടേ. കർക്കടകം കഴിഞ്ഞു, ഇതാ 2008 കർക്കടകം കഴിഞ്ഞു. എവിടെ മലയാളി? മഴ എവിടെ? കർക്കടകത്തിൽ പോലും നാം പവർക്കട്ട് അനുഭവിച്ചു. സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? സർക്കാരിന് ഒന്നേ ചെയ്യാൻ കഴിയൂ, കരണ്ട് ബില്ല് കൂട്ടുക. ഇത് കരണ്ട് ബില്ല് കൂട്ടിയാൽ തന്നെ കരണ്ട് കൊടുക്കാൻ വല്ലതും വേണ്ടേ? വെള്ളം വേണ്ടേ? ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് പിന്നീടും ദൈവത്തെ നിഷേധിക്കുന്നത്. അവൻ ദൈവത്തിനെതിരെ പാഠങ്ങൾ മെനയുന്നു, അവൻ ദൈവത്തിനെതിരെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. വെള്ളമില്ലാത്തത് കൊണ്ട് അവൻ വേപത്ത് കൊള്ളുന്നു, കരണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നു. എല്ലാം എന്റെ കൈപ്പിടിയിൽ എന്ന് വിചാരിക്കുന്ന നീ എന്തു ചെയ്തു? നിനക്ക് എന്ത് ചെയ്യാൻ? അന്തരീക്ഷത്തിൽ ഇങ്ങനെ മേഘങ്ങൾ പറഞ്ഞു പെയ്യിപ്പിക്കണം. കവി പറയുന്നു, നോക്ക്, സഖ്യന്റെ നീലത്തൊഴുത്തിൽ നിന്നും മുക്രയിട്ടെത്തുന്ന ഗോക്കൾ പോലെ മനത്തുമേയാൻ ഇറങ്ങി വന്നു മരിമുകിലിൻ നിരകൾ നീളെ. തുള്ളിക്കളിക്ക് കഴുത്തിലുള്ള വെള്ളക്കുടമണി കൂട്ടമെല്ലാം മിന്നുന്ന കണ്ടേൻ വിദൂരതയിൽ. പിന്നെ കുളമ്പടി മാത്രമായി വീണ്ടുമൻ വീതി വിയർത്തൊലിച്ചു. വീണ്ടും വിഷറിയായി കാറ്റുമുങ്ങി ഭീകരമാം ജരാജ്വരാജൽപ്പനമായി സാഗര വീജി കിടന്നുരുണ്ടു. മാലിയിൽ നിന്നോ ദുബായിൽ നിന്നോ മാനത്തു വന്ന വിമാനം പോലെ ഗർജിച്ചു